യുഎസിലേക്ക് കുടിയേറുന്ന ലക്ഷക്കണക്കിന് ആളുകളെയും വിദേശികളായ ഗർഭിണികളെയും നേരിട്ട് ബാധിക്കുന്ന അതീവ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്നും പുറത്തുവരുന്നത്. യുഎസ് മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നിയമപരമായിട്ട് ലഭിക്കുന്ന ജന്മസിദ്ധമായ പൗരത്വം, അതായത് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നീക്കത്തിന് യുഎസ് സുപ്രീം കോടതിയിൽ നിന്നും കടുത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. രണ്ടാം തവണ അധികാരമേറ്റ ഉടൻ ട്രംപ് ഒപ്പുവെച്ച വിവാദപരമായ എക്സിക്യൂട്ടീവ് ഓർഡർ യുഎസ് ഭരണഘടനയുടെ 14ാം ഭേദഗതിക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഈ ഉത്തരവിലൂടെ ട്രംപ് ഭരണകൂടം എന്താണ് ലക്ഷ്യമിട്ടത് എന്നും കോടതി വിധി ഇതിനെ എങ്ങനെ സ്വാധീനിച്ചു എന്നും നമുക്കൊന്ന് നോക്കാം. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ട്രംപിന്റെ ഈ ഒരു വിവാദ ഉത്തരവ് എന്ന് പറഞ്ഞാൽ, യുഎസിൽ നിലനിൽക്കുന്ന നിയമപ്രകാരം മാതാപിതാക്കളുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് എന്ത് തന്നെ ആയാലും അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും സ്വാഭാവികമായിട്ട് യുഎസ് സിറ്റിസൺഷിപ്പ് ലഭിക്കും. എന്നാൽ അനധികൃത കുടിയേറ്റവും പൗരത്വം മാത്രം ലക്ഷ്യമിട്ട് ഗർഭിണികൾ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്ന ബർത്ത് ടൂറിസം എന്ന പ്രവണതയും തടയാനാണ് ട്രംപ് ഈ ഒരു നിയമം മാറ്റാൻ ശ്രമിച്ചത്. ഇതനുസരിച്ച് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും യുഎസ് പൗരനോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് സ്ഥിര താമസക്കാരനോ അല്ല എങ്കിൽ അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകേണ്ടതില്ല എന്ന് ട്രംപ് ഭരണകൂടം തീരുമാനിച്ചു. താൽക്കാലിക വിസയിൽ എത്തുന്ന ടൂറിസ്റ്റുകൾ, വിദ്യാർത്ഥികൾ, ബിസിനസ് വിസക്കാർ എന്നിവരുടെ കുട്ടികളെയും ഈ നിയന്ത്രണം നേരിട്ട് ബാധിക്കുമായിരുന്നു. ഈ ഉത്തരവ് പുറത്തു വന്ന ഉടൻ തന്നെ അമേരിക്കയിലെ മനുഷ്യാവകാശ സംഘടനകളും വിവിധ കോടതികളും ഇതിനെതിരെ രംഗത്ത് വന്നു. ഭരണഘടനയുടെ 14ാം ഭേദഗതിയിലെ സിറ്റിസൺഷിപ്പ് ക്ലോസ് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അമേരിക്കൻ അതിർത്തിക്കുള്ളിൽ ജനിക്കുന്ന യുഎസ് നിയമങ്ങൾക്ക് വിധേയരായ എല്ലാ വ്യക്തികളും യുഎസ് സിറ്റിസൺസ് ആണ്. ഇതിനെ മറികടക്കാൻ ട്രംപിന്റെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ച വാദം, താൽക്കാലിക വിസയിൽ എത്തുന്നവരോ അനധികൃതമായിട്ട് രാജ്യത്ത് കഴിയുന്നവരോ പൂർണ്ണ അർത്ഥത്തിൽ യുഎസ് നിയമവ്യവസ്ഥയ്ക്ക് വിധേയരല്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അവരുടെ കുട്ടികൾക്ക് ജന്മനാ പൗരത്വം നൽകേണ്ടതില്ല എന്നവർ വാദിച്ചു. എന്നാൽ 1898 ചരിത്രപരമായ വോങ് കിം ആർ കേസ് ഉൾപ്പെടെയുള്ള മുൻകാല സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പ്ലെയിന്റിഫ്സ് ഇതിനെ പ്രതിരോധിച്ചത്. ഈ നിയമ പോരാട്ടത്തിന്റെ അന്തിമ വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് 6-3 എന്ന ഭൂരിപക്ഷത്തിലാണ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചത്. ഭരണഘടന നൽകുന്ന ഈ ഉറപ്പ് മാറ്റാൻ ഒരു പ്രസിഡന്റിന് തന്റെ പ്രത്യേക അധികാരം എക്സിക്യൂട്ടീവ് ഓർഡർ ഉപയോഗിച്ച് കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. വിധിക്ക് പിന്നാലെ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. സുപ്രീം കോടതി വിധി രാജ്യത്തിന് ദോഷകരമാണ് എന്നും ഈ നിയമം മാറ്റാൻ ഇനി കോൺഗ്രസ് നേരിട്ട് നിയമനിർമ്മാണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നത് ഭരണഘടനയിൽ മാറ്റം വരുത്താതെ ഇത് സാധ്യമാകില്ല എന്നാണ്. അതിന് യുഎസ് കോൺഗ്രസിൽ 3-2 ഭൂരിപക്ഷം ആവശ്യമാണ് താനും. ചുരുക്കത്തിൽ ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമിഗ്രേഷൻ നയങ്ങളിൽ ഒന്നിനാണ് ഇപ്പോൾ നിയമപരമായിട്ട് കണ്ണുപൂട്ടേണ്ടി വന്നിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയിലെ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് പൂർണ്ണമായും സുരക്ഷിതമാണ്. വിദേശികളായ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ ഒരു വിധി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.